അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം ഇതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. ചൂടാക്കിയിട്ടൊന്നുമില്ല, 1 ലിറ്റർ പാൽ എടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിൽ നിന്നും ചൂടാക്കുന്നതിന് മുമ്പായിട്ട് 1 കപ്പ് പാല് നമുക്കെടുത്ത് മാറ്റാം. പാലെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. വെള്ളം ഒഴിച്ചിട്ടുള്ള പാലെടുക്കരുത്. 1 കപ്പ് പാലെടുത്തു. ഇനി ബാക്കി പാല് നമുക്ക് ചൂടാക്കാൻ വെക്കാം. പാലിതാ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കണ്ടൻസ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പകുതി പഞ്ചസാരയും പകുതി കണ്ടൻസ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നോർമൽ ഒരു മധുരം ഉണ്ടാവുള്ളൂ, ഒരുപാട് മധുരം ഉണ്ടാവില്ല. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ അളവിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഡ്രൈ നട്ട്സ് ഞാനൊന്ന് ഇടികല്ല് വെച്ചിട്ട് ഇടിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 1/4 കപ്പ് ഉണ്ടാവുള്ളൂ. കുറച്ച് ബദാം, കുറച്ച് കശുവണ്ടി പരിപ്പ്, കുറച്ച് പിസ്ത. അപ്പൊ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇടികല്ല് വെച്ചിട്ട് ഇടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് സ്പെഷ്യലായിട്ട് ഞാൻ തയ്യാറാക്കുന്ന ഫ്രൂട്ട് കസ്റ്റേർഡ്. നട്ട്സ് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ സാധാരണ ഫ്രൂട്ട് കസ്റ്റേർഡിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഈ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിന്റെ പൊടി ഉണ്ടല്ലോ, കോൺഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. കോൺഫ്ലവറിന്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ഈ കസ്റ്റേർഡ് പൗഡറിൽ വാനില എസൻസിന്റെ ഫ്ലേവർ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വാനില എസൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 ലിറ്റർ പാലിന് കറക്റ്റ് ആയിട്ട് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ തന്നെ എടുക്കുക. അളവുകൾ കൃത്യമായിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കട്ടിയായി കുറുകിപ്പോവും. അപ്പൊ നമ്മൾ 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ്. നമ്മൾ കോൺഫ്ലവറിന്റെ പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചൂടില്ലാത്ത പാലാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുള്ള പാലില് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് കലക്കി എടുക്കരുത്. ചൂടില്ലാത്ത പാല് നമ്മൾ മാറ്റി വെച്ചില്ലേ, 1 കപ്പ് പാല് ഇതാ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലൊഴിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. കട്ടകളെല്ലാം ഒന്ന് മാറിക്കിട്ടതിന് ശേഷം ബാക്കി 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കട്ടകളെല്ലാം മാറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പാലൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ബാക്കി 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം ഇതുപോലെ കട്ടകൾ ഉടച്ചതിന് ശേഷം മാത്രമേ ബാക്കി പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാവൂ. അപ്പൊ നമ്മുടെ കസ്റ്റേർഡ് പൗഡറിന്റെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പാല് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലങ്ങ് തിളച്ചു പോകരുത്. അഥവാ തിളച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡെങ്കിലും
ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം കസ്റ്റേർഡ് പൗഡറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പൊ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്കാണ് നമ്മൾ കുറച്ചായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് കുറച്ചായിട്ട് നമ്മുടെ കസ്റ്റേർഡ് പൗഡറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിക്കുകയും ചെയ്യണം, ഇതുപോലെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോകും. അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയം പഞ്ചസാരയൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പാല് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ നോക്കാം. കസ്റ്റേർഡ് പൗഡറിന്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒന്നും തന്നെ ഒഴിക്കരുത്. ഇവിടാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഒരുപാടങ്ങ് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മതി. അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടി പോവും. പിന്നെ ഈ കസ്റ്റേർഡ് പൗഡറിന്റെ പല ഫ്ലേവറിലും വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ വാനില കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഇപ്പോൾ തിള വരുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിള വന്ന ഉടൻ ഫ്ലെയിം ഓഫ് ആക്കരുത്. 1 മിനിറ്റ് എങ്കിലും ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ 1 മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുറുകി കിട്ടുന്നത്. അതിന്റെ ചൂട് മാറി കഴിയുമ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വരും. ഇനി ഇടയ്ക്കിടയ്ക്ക് ചൂട് മാറുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. റൂം ടെമ്പറേച്ചറിൽ ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ തയ്യാറാക്കുന്ന ഈ സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഫ്രൂട്ട് സാലഡിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം കുറച്ച് മതിയാവും. പച്ചമുന്തിരി ഉണ്ട്, കറുത്ത മുന്തിരി ഉണ്ട്, ആമ്പളങ്ങയുണ്ട്, പിന്നെ ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റോബസ്റ്റ പഴം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം. നേന്ത്രപ്പഴം റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഞാനിപ്പോൾ ഇത് ഞാലിപ്പൂവൻ പഴം ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഷമാമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വേണ്ട, കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഷമാമിന് പകരമായിട്ട് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം, ചെറി ചേർത്ത് കൊടുക്കാം, കിവി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഷമാം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി ഫ്രൂട്ട്സ് എടുത്താൽ മതിയാവും. ഈന്തപ്പഴം എല്ലാ നോമ്പ് സമയത്ത് ഈന്തപ്പഴമൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈന്തപ്പഴം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാതള നാരങ്ങ അല്ലികളായിട്ട് എടുക്കാം. ബാക്കിയെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഷമാമ് കട്ട് ചെയ്തെടുത്തത് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവൻ പഴം 2 എടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് മുന്തിരിയൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് പച്ചമുന്തിരിയും കൂടി ഇതാ എടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു മാതള നാരങ്ങയുടെ അല്ലികളാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡിന്റെ മിക്സ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ കസ്റ്റേർഡിന്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതി. നമ്മൾ നോമ്പ് സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നത് ഒരു ബൗളിലും ഇതാ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്